ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ കൊച്ചടുക്കളയിലാണ്. ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ നാടൻ ലഞ്ച് കോംബോ ഇഷ്ടമാണെന്ന് പറയുന്ന കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട്. ചേച്ചിയുടെ ലഞ്ച് നാടൻ കോംബോ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ. വെറൈറ്റീസാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ കാര്യം കഴിക്കാണ്ട് മാറി മാറി നാടൻ തന്നെ വ്യത്യസ്തമായ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളതും അല്ലാതെ നമുക്ക് ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ കണ്ടെത്താനും പറ്റുമല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് ആദ്യം ചെയ്യാത്ത ചില കാര്യങ്ങളാണ്. അതായത് മത്തങ്ങ സാധനം നമ്മൾ ചെയ്യുന്നതിനൊരു പരിധിയാണ്. മത്തങ്ങ വെച്ചൊരു തോരൻ ഉണ്ടാക്കാൻ പോകണു. അപ്പോൾ ഞാൻ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പോകണു. അപ്പോൾ മത്തങ്ങ തോരന് വേണ്ടി എങ്ങനെ കട്ട് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡ് ഞാൻ ശരിക്കും കാണിച്ചാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് തോരൻ ചെയ്യുന്നത്. പിന്നെ കത്തിരിക്ക കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാം, അങ്ങനെ കുറച്ച്. പിന്നെ ചിക്കനുണ്ട്, ഇന്ന് ചിക്കനും കൂടിയുണ്ട്. അപ്പോൾ നോൺ വെജിറ്റേറിയൻസിനൊരു ചിക്കനുണ്ട്, വെജിറ്റേറിയൻസിന് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒഴിക്കാനൊരു പച്ചമോര് പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ചിക്കൻ വരട്ടിയെടുക്കാം. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് എണ്ണയില്ലാത്ത ഒരു ചിക്കൻ വരട്ടിയെടുക്കാം. ഓക്കെ, ഓയിൽ ഫ്രീ എന്ന് പറഞ്ഞാൽ ടേസ്റ്റൊന്നും കുറയില്ല കേട്ടോ. ആ തേങ്ങാപ്പാലിൽ നിന്ന് നമുക്ക് ഓയിലൊക്കെ കിട്ടും. തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം മത്തങ്ങ കട്ടി. ഈ മത്തങ്ങ തോരൻ വയ്ക്കാനായിട്ട് നോക്കിയ മത്തങ്ങ അപ്പം അധികം പഴുക്കാത്ത മത്തങ്ങയാണ് നല്ലത്. തോരൻ വയ്ക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞു പറഞ്ഞു പോരുതല്ലേ. നോക്കിയാൽ നല്ല ഫ്രഷ് പച്ച മത്തൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുത്തിട്ട് അതിന് വേണ്ട ഉള്ളി ചെറുതായിട്ടല്ല, ചെറിയ ചെറിയ ചതുര കഷ്ണം പോലെ, തീരെ ചെറുതായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്. ഇതൊരു വലിയ ഒരുള്ളി അല്ലെങ്കിൽ 2 ചെറിയ ഉള്ളി എടുത്താൽ മതി. അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് ഇങ്ങനത്തെ മത്തങ്ങയാകുമ്പോൾ. ഇതിനെ നല്ല സ്ക്വയർ പീസസ് ആയിട്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഇത് വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കാൻ പറ്റും ആക്ച്വലി. മത്തങ്ങയുടെ ഈ ഭാഗം കൊഴുവും എല്ലാം കൂടി ചേർത്തിട്ട് കളയേണ്ട ആവശ്യമില്ല. മത്തങ്ങ ഇങ്ങനെ എൻ്റെ തോടൊക്കെ കളഞ്ഞ് വെച്ചു. ഇനി ഇതിൽ നിന്നും നമുക്കിങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിക്കാം. ഒരുപാട് തിന്നല്ല, ഏത്തക്ക തോരനൊക്കെ അരിയില്ലേ അതുപോലെ അരിയാം. ഈ രീതിയിൽ ഈ സൈസിലെ പീസസ് ആയിട്ട്. ഓൾ മത്തങ്ങ പീസസ് ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട്. ഇത് അധികം പഴുത്ത മത്തങ്ങ ആയാലും നമുക്ക് തോരൻ വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ രീതിയിലാണെങ്കിൽ തോരൻ വയ്ക്കാൻ ഞാനിങ്ങനെ ഏത് രീതിയിലാണെന്ന് ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കത്തിരിക്ക പച്ചടി ഉണ്ടാക്കാൻ പോകുന്നു. നോക്കിപ്പോൾ കത്തിരിക്കയുടെ പീസസാണ് ഇങ്ങനെ. ഇതെല്ലാം അടുപ്പിൽ നമ്മൾ വഴറ്റുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വാടി വെന്തൊക്കെ വരും. അതുകൊണ്ട് ഒരുപാട് വലിയ പീസ് ആക്കണ്ട, ചെറിയ പീസ് ഇങ്ങനെ ഇട്ടാൽ മതി, വാടിക്കോളും. ഒരു വലിയ കത്തിരിക്കയായിരുന്നു, ഈ സൈസായിരുന്നു. 2 എടുത്ത് വെച്ചു, പക്ഷേ ഞാനിപ്പോൾ ഒന്നേ എടുക്കുന്നുള്ളൂ. കത്തിരിക്കയ്ക്കൊരു കുഴപ്പമുണ്ട്, അത് അരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അത് കളർ മാറും. അപ്പോൾ കത്തിരിക്ക ഇതുപോലെ 2 കത്തിരിക്കയിൽ ഒരെണ്ണം എടുത്തോളൂ. ഈ സൈസ് തന്നെയായിരുന്നു, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ തുടങ്ങാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ നല്ല ചൂടായി തുടങ്ങി. ഇതിലേക്ക് കടുക്, ഒരു 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടി തുടങ്ങി. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് വരും. ഇതിപ്പോൾ മുഴുവൻ ഉഴുന്നാണ്, അല്ലെങ്കിൽ 2ആയിട്ട് സ്പ്ലിറ്റ് ആയതാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഒരു 3-4 വറ്റൽ മുളക്, കറിവേപ്പില, ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്. കളർ മാറി തുടങ്ങി. ഇതിലേക്ക് ഒരു വലിയ സവാള, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട്, അതായത് ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, ഫൈൻലി ചോപ്ഡ് അല്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ തേങ്ങയുടെ കഷ്ണങ്ങൾ. ഈ മത്തങ്ങയിൽ ഇതിപ്പോൾ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം പിടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിലൊക്കെ ആണെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി തളിച്ച് വയ്ക്കാം. ഇത് പെട്ടെന്ന് വേകുന്ന കാര്യമാണ്, ആവി കയറുമ്പോൾ തന്നെ വേകുമല്ലോ. ഒരല്പം വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ച്, ഒരു 1/4 കപ്പെന്ന് പറയാം. ചട്ടി ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. എന്നിട്ട് തീ ഒന്ന് നന്നായിട്ട് കുറച്ചിട്ട്
പാത്രം ഒന്ന് അടച്ചിടാം. ഇപ്പോൾ ഒരു 5 to 7 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് പെട്ടെന്നാകുന്നൊരു കാര്യമാണ്. അതെ, ആവിയിൽ തന്നെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. വെന്ത് കുഴയാൻ പാടില്ല. തോരനാണല്ലോ, നമ്മൾ കൂട്ടുകറിയോ അല്ലെങ്കിൽ അരിശ്ശേരിയോ ഒന്നും അല്ല വയ്ക്കുന്നത്. ദിസ് ഇസ് തോരൻ, മത്തങ്ങത്തോരൻ. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ചേർത്തത്. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ 3 എണ്ണം വരെ ചേർക്കാം. നോക്കിയിട്ട് ചെയ്യാം. പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത്, അരച്ചൊന്നുമില്ല, ചതച്ചിട്ടുമില്ല, ഇങ്ങനെ തന്നെ ചേർക്കണം. ഒരല്പം ഉപ്പും കൂടി വേണ്ടി വരും. അത് ഇതിൻ്റെ മുകളിലായിട്ടിട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. 2 മിനിറ്റ് ആവി കയറട്ടെ. 2-3 മിനിറ്റ് സമയം കഴിഞ്ഞു. വീണ്ടും നന്നായിട്ട് ആവി വന്നു. അപ്പോൾ ആ തേങ്ങയും ഒന്ന് വെന്തിട്ടുണ്ടാവും. അങ്ങനെ നല്ല മത്തങ്ങ തോരൻ ഇസ് റെഡി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പച്ച ഏത്തക്ക തോരൻ പോലെ ഇരിക്കും, കളറും എല്ലാം കൂടി നോക്കുമ്പോൾ ആ സൈസും. പക്ഷേ ഇത് മത്തങ്ങയുടെ തോരൻ. ഒരു 1 മുതൽ 1.5 കപ്പ് തേങ്ങ വരെ ചിരകിയത് ചേർക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്തത്. യെസ്, നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു ചെറിയ ഈർപ്പമുണ്ട്. ശരിക്കും നല്ല തോരൻ പാകത്തിന് തന്നെ കിട്ടി. ഇത് മത്തങ്ങയാണെന്നൊന്നും ആരും പറയില്ല, കഴിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവൂ. ഇങ്ങനെയുണ്ട്, നല്ലതല്ലേ? അപ്പോൾ ഞാൻ ഉഴുന്നുപരിപ്പിട്ട് താളിച്ചു. വേണമെങ്കിൽ അതിൻ്റെ കൂടെ കടലപ്പരിപ്പും കൂടി വേണമെങ്കിൽ എക്സ്ട്രാ താളിക്കാനായിട്ട് ഉപയോഗിക്കാം. മതി. ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം. കത്തിരിക്ക പച്ചടി. അപ്പോൾ അത് മറ്റൊരു സൈഡ് ഡിഷ്. അടുപ്പ് കത്തിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങി ഞാൻ നേരത്തെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇതിലേക്ക് വറ്റൽ മുളക് ഒരു 3-4 എണ്ണം ഇടുന്നു. കറിവേപ്പില അതും ധാരാളം. 2 പച്ചമുളക് അരിഞ്ഞത്, അതിൻ്റെ കൂടെ കൊച്ചുള്ളി, ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ഒരു 1/4 കപ്പ്, അതായത് ഒരു 6-7 കൊച്ചുള്ളി വേണം. തുടങ്ങി കളർ മാറാൻ തുടങ്ങുന്നു. ഈ സ്റ്റേജിൽ കത്തിരിക്കയുടെ പീസസ് ഞാൻ വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്താണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർന്നിട്ട് ഇനി കത്തിരിക്കയെല്ലാം വാടുന്ന പോലെ മൂക്കണം നല്ല രീതിയിൽ. ശരിക്കും നന്നായിട്ട് വെന്ത കുഴഞ്ഞ് വരുന്ന പോലെ ആകണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തീ കുറച്ചിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ കത്തിരിക്ക ഇങ്ങനെ നന്നായിട്ട് വഴറ്റിക്കൊണ്ട് ചെയ്യാം. ഇതേപോലെ തന്നെ വഴുതനങ്ങയിലും ചെയ്യാം. എല്ലാം സെയിം മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. വാടിക്കഴിഞ്ഞു. ഇനി ഈ ഒരു സ്റ്റേജിൽ കുറച്ച് മുളക് പൊടി, ഒരുപാടൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പച്ചടിയിൽ സാറിന് ഇടുന്ന കാര്യമല്ല, എങ്കിലും ഇതൊരു വെറൈറ്റി. ചെറുതായിട്ട് 1/4 ടീസ്പൂൺ. ആ മുളക് പൊടി ചേർക്കുമ്പോൾ ചെറിയൊരു കളർ ഡിഫറൻസ് കിട്ടാനും കൂടിയാണ് അത് ചേർക്കുക. പച്ചമുളകിൻ്റെ എരിവുണ്ട് എങ്കിലും കുറച്ച്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ചേർക്കാം. ഇപ്പം ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്തു. ഇത് കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞ പാകത്തിന് വരും. ഓക്കെ, 1/2 കപ്പ് വെള്ളം ടോട്ടൽ. തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ ഈ കത്തിരിക്കയെല്ലാം നന്നായിട്ട് വെന്ത കുഴയാറാകുന്നൊരു പാകമായിട്ട് കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ഉപ്പുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ കത്തിരിക്കയെല്ലാം വെന്തിങ്ങനെ കുഴയുന്നൊരു പാകമായിക്കൊണ്ടേയിരിക്കുന്നു. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. കുഴഞ്ഞിരിക്കണം, അതാണ് വേണ്ടത്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ, അപ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നോക്കിയാൽ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു നമ്മുടെ കത്തിരിക്ക പച്ചടിക്ക് വേണ്ട കൂട്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഉടച്ച് കുറുകിയ തൈര്. ആഹാ, കാണുമ്പോൾ തന്നെ അറിയാലോ ഇതെന്ത് സ്വാദായിരിക്കും. ഓ മൈ ഗോഡ്, അടിപൊളി. ഉപ്പ് നോക്കട്ടെ, ഒരല്പം ഉപ്പും കൂടി വേണം. കുറച്ച്
കുറച്ച് തൈരും കൂടി ഒഴിക്കും. ഒരല്പം ഉപ്പും കൂടി വേണം. അതോടൊപ്പം ഒരല്പം പഞ്ചസാര, 1/2 ടീസ്പൂൺ എന്ന് പറയാം. കാര്യം ഇത് അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഒരല്പം ശർക്കര ചേർത്താലും മതി, കുഴപ്പമില്ല, പൊടിച്ചിട്ട്. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഓയിൽ ഫ്രീ ചിക്കൻ വരട്ടിയതാണ്. ഇതിൽ എണ്ണ എന്ന് പറയുന്ന പരിപാടിയില്ല, പക്ഷേ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുക. തേങ്ങാപ്പാലിൽ നിന്ന് കിട്ടുന്ന ഒരു എണ്ണ ഉണ്ടാകും, അതായിരിക്കും അതിൽ കിടന്ന് വെന്ത് വരുന്ന ഒരു കാര്യം. കോഴിയുടെ കഷ്ണങ്ങൾ ഇത് 1 കിലോ ആണ്, കൃത്യമായി പറഞ്ഞാൽ 1 kg കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ. ഇതിന് അരയ്ക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ എടുക്കണം. ഇതൊരു 15 മുതൽ 20 വരെ കൊച്ചുള്ളി ആകും. ഇത് ചെറുതും വലുതെല്ലാം ആയിട്ട് ഒരു 10-20 എണ്ണം ഉണ്ട്. 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 മുതൽ 2 ടീസ്പൂൺ വരെ എരിവിനനുസരിച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ എടുത്തു. പിരിയൻ മുളകിൻ്റെ പൊടി. ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാൻ മിക്സി ഉപയോഗിച്ചിട്ട് അരച്ചിട്ട് വരാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നത് നോക്കിക്കോളൂ. ഒരു 10-22 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചിക്കൻ്റെ പീസസ്. ഇനി ഇതിലേക്കാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് മസാല ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതിൽ ഓയിലില്ലാത്ത പരിപാടിയാണ്. നല്ലൊരു മിക്സിങ്. ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ 1/2 കപ്പ് ചേർക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലും കൂടി ചേർന്നിട്ട് കിടന്ന് വേകുമ്പോൾ തേങ്ങാപ്പാലിൽ നിന്നും എണ്ണയെല്ലാം ഇറങ്ങി വരും. തേങ്ങാപ്പാലിൽ നിന്നാണ് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് വേവിക്കാം. അപ്പോൾ ചിക്കൻ വേവിക്കാം. അടുപ്പ് കത്തിച്ചു, അടപ്പ് വെച്ച് അടയ്ക്കണം. ചിക്കൻ്റെ പീസ് വെന്തോന്ന് നോക്കാം. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ചാറൊക്കെ ഉണ്ട്. അല്പം കൂടി വേകാനുണ്ട്. വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു പകുതി വേഗമായിട്ടുണ്ട്. ഇനി ഇത് ഓൾമോസ്റ്റ് ഒരു 3/4 വേഗമായി എന്ന് പറയാം. ഓക്കെ, പകുതിയല്ല, 3/4ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ടിട്ട് വേഗട്ടെ. അപ്പോൾ ഇത് അതിൻ്റെ അരപ്പ് ചാറൊക്കെ വറ്റി തുടങ്ങും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഫ്രീ ചിക്കൻ വരട്ടിയത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടുന്നു. ഇത് ഇത്രയും ചാറിനി വറ്റി കിട്ടണം. ഓക്കെ, എണ്ണയുടെ അംശമൊക്കെ വരുന്നുണ്ട്. അത് ഓയിൽ ഫ്രം ദി കോക്കനട്ട് മിൽക്ക്. അതാണ്. ഇത് ചിക്കനെ നോക്കിയേ, വറ്റി വരുന്നുണ്ടോ? ചാറ് വറ്റുന്നു, അതനുസരിച്ച് എണ്ണ തെളിയുന്നു. ഫുൾ എണ്ണ തെളിയട്ടെ. ഇപ്പോൾ നോക്കി ചിക്കൻ്റെ പൊസിഷൻ. തേങ്ങാപ്പാൽ അരപ്പെല്ലാം വറ്റി തേങ്ങാപ്പാലിൽ നിന്നും എണ്ണ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ആവശ്യാനുസരണം മൂപ്പിച്ചെടുക്കാൻ പറ്റും. ഓയിൽ ഫ്രീ ചിക്കൻ വഴറ്റിയത് ഇച്ചിരൂടെ മൂക്കട്ടെ. ഇതിൽ ഒരു തുള്ളി എണ്ണ പോലും നമുക്ക് ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇത് കാണാമല്ലോ അല്ലേ, ഇതിനകത്ത് ആവശ്യം പോലെ എണ്ണ വരുന്നുണ്ട്, യൂസ് ചെയ്ത് വരുന്നുണ്ട്. നല്ല ചുവട് കട്ടിയുള്ള ഇളകി വരുന്ന പാത്രം തന്നെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. എന്നാലേ നമുക്ക് ശരിക്കും ഇങ്ങനെ നന്നായിട്ട് മൂപ്പിച്ച് ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ. ചെറിയ തീയിലിട്ടിട്ട് മുരിക്കും. ചെറിയ തീയിൽ കടന്നിട്ട് വരണ്ട് വരികയാണ്. അങ്ങനെ തേങ്ങാപ്പാലിൽ വരട്ടിയ ചിക്കൻ റെഡി. പോരെ, ഇത്ര മുരിഞ്ഞാൽ മതിയല്ലോ. നല്ല ചിക്കൻ പെരളൻ മാതിരി മുരിഞ്ഞ് ഒരു ചിക്കൻ റോസ്റ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇത് എത്ര വേണമെങ്കിലും പൊരിച്ചെടുക്കാം. നമ്മൾ ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടില്ല ഞാനിതിൽ. ആ തേങ്ങാപ്പാലിൽ നിന്ന് ഇറങ്ങിയ എണ്ണ തന്നെയാണ്. എന്തൊരു ടേസ്റ്റാണ്, രക്ഷയില്ലാത്ത ടേസ്റ്റ്. തീ ഓഫ് ചെയ്യട്ടെ.
മതി. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൽ വരട്ടിയെടുത്ത ചിക്കൻ വരട്ടിയത് പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ ഇതിൻ്റെ രുചിയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. എനിക്ക് അത്ര ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ തന്നെ ഞാൻ പറയാം. എനിക്കത്ര ഉറപ്പുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു. ഈ അതേ മെഷർമെൻറ്റ് തന്നെ എടുത്തോളൂ. കറക്റ്റ് എരിവും എല്ലാം കറക്റ്റായിരിക്കും. പച്ചമോരിന് വേണ്ടിയിട്ട് ഇത് നോക്കിക്കോളൂ. ഇത് ഒരു 1/2 ലിറ്റർ തൈര് നന്നായിട്ട് ഉടച്ച് നല്ല കട്ടിക്കാക്കി വെച്ചിരിക്കുവാണ്. ഇതിപ്പോൾ ഒരു 10-12 കൊച്ചുള്ളി അരിഞ്ഞു വെച്ചു, 2 പച്ചമുളക് അരിഞ്ഞു വെച്ചു, ഇത് കറിവേപ്പില, ഇനി കുറച്ച് മല്ലിയില. ഇതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള പച്ചമോരാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടി അരച്ച മിക്സ് മോരിലേക്ക് ഒഴിക്കുന്നു. ഇതൊരു മല്ലിച്ചെപ്പ് മോരെന്ന് പറയും. പച്ചമോരാണ്, പക്ഷെ നമ്മളിതിൽ കുറച്ച് ഡിഫറെൻ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലേവർ വേറെയാണ്. ലൈറ്റൊരു ഗ്രീൻ കളർ. ഇനി ഉപ്പ്. ഇതിൽ താളിപ്പ് കാര്യങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ താളിച്ചും ചേർക്കാം, പക്ഷേ ഇതങ്ങനെ വേണ്ട, ഇങ്ങനെ തന്നെ ചെയ്യും. ഉപ്പ് നോക്കിക്കോട്ടെ. മല്ലിമോര് എന്ന് തന്നെ പറയാം. ഇച്ചിരി പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു പുളിയും, അധികം പുളിയുള്ള തൈര് വേണ്ട. ഇതിന് അത്യാവശ്യം എരിവുണ്ട്. 2 പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തത്. അപ്പോൾ അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. കറിവേപ്പില എല്ലാം അരച്ചാണ് ചേർത്തിരിക്കുന്നത്, പക്ഷെ തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത്. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മോര്, പച്ചമോര്, മല്ലിമോര് റെഡി. അങ്ങനെ നല്ല ചമ്പാവരി ചോറ് വേവിച്ചത്, മത്തങ്ങ തോരൻ, പിന്നെന്താ കത്തിരിക്ക പച്ചടി, തേങ്ങാപ്പാലിൽ വരട്ടിയെടുത്ത ചിക്കൻ, പിന്നെ നമ്മുടെ പച്ചമല്ലി മോര്, എല്ലാം റെഡി. ഇനി കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ നല്ല ഡിലീഷ്യസ് അടിപൊളി ലഞ്ച് ഇവിടെ റെഡി. അപ്പോൾ ഇനി എല്ലാവരും കഴിക്കേണ്ട സമയത്തല്ല ഞാനിപ്പോൾ കഴിക്കുന്നത്. ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ചോറ് എല്ലാം ഒന്ന് വിളമ്പട്ടെ. ചോറിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ എപ്പോഴും ഇപ്പോൾ കുറച്ചാണ് എടുക്കുന്നത്. ഇത്രയൊക്കെ ധാരാളമാണ്. നല്ല സ്വാദിഷ്ടമായ മത്തങ്ങ തോരൻ ഈസ് കമ്മിങ്. നമ്മുടെ പച്ചടി അതിനെക്കാട്ടി ഗംഭീരം. കത്തിരിക്ക പച്ചടി. ഇനി നല്ല ചിക്കൻ തേങ്ങാപ്പാലിൽ വരട്ടിയതും കൂടി വയ്ക്കാം. ഇനി എന്ത് വേണം? ഇതിത്ര തന്നെ ധാരാളം. കഴിച്ചു തുടങ്ങിയാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്ര സ്വാദാണ്. നമ്മുടെ മത്തങ്ങ തോരൻ. അതെ, ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. മത്തങ്ങ കൂടുതലും, ചോറ് കുറച്ചെടുക്കാം. മത്തങ്ങ തോരൻ ഗംഭീരം. ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ ഗംഭീരം എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾ വിചാരിക്കും എന്താ ഇത് കുഴപ്പം? സത്യം പറയുകയാണ്, നന്നായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. മത്തങ്ങ തോരൻ എക്സലൻറ്റ്. ആവശ്യത്തിന് എരിവ് എല്ലാം ഉണ്ട്, ചെറിയൊരു മധുരവും. പച്ചമത്തൻ അഴിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കാം. അത് മാത്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഇനി കത്തിരിക്ക പച്ചടി എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഉടച്ചെടുക്കാം. കത്തിരിക്കയും കൂടി ചേർത്ത് ഓക്കെ. ഒരു രക്ഷയില്ല, അപ്പാര ടേസ്റ്റ്. കറികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്.
ടേസ്റ്റി. പിന്നെ ചിക്കൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ വെജിറ്റേറിയൻസിന് ഇത് തന്നെയല്ലേ ഏറ്റവും ആവശ്യം. അതിൻ്റെ കൂടെ പച്ചമല്ലി മോരും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓ മൈ ഗോഡ്, ഒരു ലൈറ്റ് പിസ്ത ഗ്രീനായിട്ടാണ് ഇരിക്കുന്നത്. അയ്യോ ദൈവമേ, ഇത് വെറുതെ കുടിക്കാൻ തന്നെ എന്താ ടേസ്റ്റാണ് അറിയാം. ഭയങ്കര കൂളിങ്ങാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ആസ്വദിച്ച് ഞാൻ ചോറ് കഴിച്ചിട്ടില്ല, അതെനിക്ക് തോന്നും. എക്സലൻ്റാണ്. ഇത് മാത്രം മതി ചോറ് ഉണ്ണാൻ. ഇത്ര ചോറല്ലേ കഴിക്കും നമ്മൾ. അതിലേതെങ്കിലും ഒരു കറി മാത്രം മതി സത്യത്തിൽ. ഈ മോരും ഈ പച്ചമല്ലി മോരും മത്തങ്ങ തോരനും മാത്രം മതി. ഇനി നോൺ വെജിൻ്റെ ഭാഗത്തേക്ക് വരുന്നു. ഭാഗത്തിനെല്ലാം കറക്റ്റ് വേഗമാണ്. ഇങ്ങനെ വറണ്ട് എന്താ ടേസ്റ്റ് അറിയാം. അയ്യോ, ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക്. സോ യമ്മി. നമ്മളിങ്ങനെ അത് മാത്രമായിട്ട് ഇങ്ങനെ കഴിച്ചാൽ അടിപൊളിയായിട്ട് കഴിക്കാൻ തോന്നും. അങ്ങനെ ചോറിനതൊന്നും ആവശ്യമില്ല. ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അടിപൊളിയായിരിക്കും ചപ്പാത്തി. പിന്നെ ആപ്പം വളരെ ഈസി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് തീർക്കാം. ഓക്കെ, ചോറ് കുറച്ച് കറികളെല്ലാം. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഉച്ചക്കലത്തെ ലഞ്ച് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഇന്ന് കുറച്ച് കറങ്ങി നടക്കാൻ പോവാണ്. മഴക്കാലമല്ലേ, അപ്പോൾ ആ വിശേഷങ്ങളും കൂടെ ഒന്ന് കാണുക. ഓക്കെ, ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. മഴക്കാലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ്. പക്ഷേ ഒരുപാട് കാര്യമായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പം ഇച്ചിരി മഴ മാറി നിൽക്കുന്നു. വെള്ളായണി ഭാഗത്തേക്കാണ് പോകുന്നത്. പുഞ്ചക്കിരി, വെള്ളായണി ഗ്രാമപ്രദേശം, അവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊന്നും നോക്കട്ടെ. പോവാം അല്ലേ. കുറേ ദിവസമായി ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. മഴ ആസ്വദിക്കാനുള്ള പോക്കാണ്. മഴ പെയ്താൽ ആസ്വദിക്കും. ഡീസൽ അടിച്ചിട്ട് അപ്പോൾ ഓക്കെ. നമ്മുടെ പഴയ ആലൊക്കെ ഉള്ള പെട്രോൾ ബങ്ക്. പഴയ ആൾക്കാരൊന്നും പോയിട്ടില്ല. ഈ ആലിന് എത്ര വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്? 40 വർഷം പഴക്കമുള്ള ആലല്ലേ. കൊള്ളാം, നൈസ്. ഒരു മഴയുടെ അന്തരീക്ഷമാണ് ടോട്ടൽ. നല്ല രസമല്ലേ, എനിക്കിത് ഇഷ്ടം. പക്ഷെ ഇപ്പം ഇന്ന് ഇച്ചിരി വെയിലുണ്ട്, അത് കാരണം കുറച്ച് വെളിച്ചം ഉണ്ട്. പ്രധാന ഏരിയയിലൂടെ അത് വെങ്കടേശ ഭവൻ വെജിറ്റേറിയൻ. നമ്മളവിടെ പോയി കാരാവട സ്പെഷ്യൽ കടയത്. ഇതെല്ലാം പടിഞ്ഞാറേക്കോട്ടയുടെ ഭാഗത്താണ്. ഈ ഭാഗം എല്ലാം കുഞ്ഞു കടകളാണ്. ഇഷ്ടം പോലെ സ്വീറ്റ് ഷോപ്സും എല്ലാം ഉണ്ട്. ഭഗവാന്റെ നടയാണിത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ നട എന്ന് പറഞ്ഞാൽ ഇത് പടിഞ്ഞാറേ നട. ഇവിടെ എല്ലാം കടകളാട്ടോ. പായസം കിട്ടുന്ന കടകൾ, സ്വീറ്റ്സ് കിട്ടുന്ന കടകൾ, എല്ലാം കുറേ. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കടയുണ്ട്, ശാസ്ത സ്വീറ്റ്സ്. അതും ഈ റോഡിൽ തന്നെയാണ്. അത് ഇവിടുന്നേ കാണാം ശാസ്ത സ്വീറ്റ്സിൻ്റെ വലിയ ബോർഡുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ബോളി നല്ലതാണ്, ഇവരുടെ സ്വീറ്റ്സൊക്കെ നല്ലതാണ്. ഇത് നേരെ പോയാൽ ശ്രീവരാഹമാണ്. അനുക്കുട്ടിയുടെ വീട്, അച്ഛനും വരെ താമസിക്കുന്ന ശ്രീവരാഹത്താണ്. ഈ റോഡിൽ ഈ പത്മനാഭ സ്റ്റോഴ്സിലാണ് നല്ല ഉണ്ണിയപ്പം കിട്ടുന്നത്, സ്പെഷ്യൽ. ഇവിടെയാണ്, ഇതൊക്കെ പുതിയ കടകളാണ്. ഇവിടെ ബാലാജി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഇവിടെയാണ് ഹൽവ, ബാലാജി കഫേ. ഹോട്ട് ഹൽവ കിട്ടും. പച്ചക്കറി കടകൾ എല്ലാം ആണ് ഇവിടെ. കംപ്ലീറ്റ് സാധനങ്ങൾ കിട്ടുന്ന ഏരിയയാണ്. പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് രാജാവിൻ്റെ കാലത്ത്. ഇതൊക്കെ വെങ്കടേശ്വര ടീ സ്റ്റോൾ, എല്ലാം ചൂട് സ്നാക്സ്. ഇത് ഇവിടെ ഒരു കടയുണ്ട്, ഈ കോർണർ കട. ഈ കടയിലാണ് നല്ല ഫ്രഷായിട്ട് മാവാട്ടി കിട്ടും. ഇത് ഇഡ്ഡലി ദോശ മാവൊക്കെ കിട്ടുന്നൊരു സ്പെഷ്യൽ ഒരു കടയുണ്ട് ഇവിടെ. ഞാനിപ്പോൾ വെള്ളായണി കായലിൻ്റെ പരിസരത്ത് നിൽക്കുന്നു കേട്ടോ. അയ്യോ, ഒരു സന്തോഷം ഇവിടെ വന്നു. നോക്കിയേ, കായൽ കാഴ്ചകൾ. ഇത് കണ്ടോ, ഇതൊരു കുളമാണെന്ന്. ഇത് പറയുന്ന പ്രേമക്കുളമാണെന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ കിട്ടിയ ഇൻഫർമേഷനാണ്.
ഇതിങ്ങനെ പ്രേമക്കുളം എന്നാണ് ഇത് പേര് പറയുന്നത്. ഇതിങ്ങനെ കുഴിച്ചുകൊണ്ട് ഈ കുളം വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് രണ്ടാൾക്കാർ തമ്മിൽ പ്രണയമായി എന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇപ്പം അതിൻ്റെ പേര് പ്രണയക്കുളം. പ്രേമക്കുളം. ഓക്കെ ഓക്കെ, പ്രണയക്കുളം അല്ല പ്രേമക്കുളം. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആ തെങ്ങെല്ലാം കാണുന്നില്ല, ആ ഭാഗത്താണ് ഇത്. SRS തട്ടുകട. ഇടയ്ക്ക് നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടി ഞാനിവിടെ വന്നിട്ടാണ് കപ്പയും ചിക്കൻ കറിയും ഷൂട്ട് ചെയ്തത് ആ സ്ഥലം. ഇതിൻ്റെ ഒരു രസമൊന്നും വേറെ തന്നെയല്ലേ. കാര്യം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കത്താ ദൂരം വരെ ഇങ്ങനെ പായലൊക്കെ പിടിച്ച് കിടക്കുകയാണെങ്കിലും നമ്മുടെ വെള്ളായണി കായലാണ്. ഞാനിങ്ങനെ ഈ നാട്ടുവഴിയിലൂടെയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ഓക്കെ, നാട്ടുവഴികളിലൂടെ നടക്കുമ്പോൾ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ബിഹൈൻഡ് അവിടെ പമ്പ് ഹൗസ്. ഇത് വവ്വാമൂല എന്ന് പറയുന്ന സ്ഥലമാണ്. വവ്വാമൂല വെള്ളായണി കായലിൻ്റെ 2 ബണ്ട് റോഡ്സ് ഉണ്ട്. അതായത് കായലിനെ ക്രോസ് ചെയ്ത് പോകുന്ന 2 റോഡ്സ്. ഒന്ന് വവ്വാമൂല, അത് അതേപോലെ പാരലായിട്ടാണ് കാക്കാമൂല. അഗ്രികൾച്ചർ കോളേജിൻ്റെ പരിസരത്തുള്ളതാണ് കാക്കാമൂല. ഇത് കഴിഞ്ഞ, അതായത് ഒരു ന്യൂനമർദ്ദത്തിൽ കുറേ മഴയുണ്ടായില്ല. ആ സമയത്ത് ഇവിടെ എല്ലാം വെള്ളം പൊങ്ങി, ഈ റോഡൊക്കെ വെള്ളത്തിലായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് വരണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. ഇത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നത്. ഇത് ഓക്കെ. ഇപ്പോൾ ബ്യൂട്ടിഫിക്കേഷനാണ് റോഡിൻ്റെ 2 സൈഡിൽ. ഈ ബണ്ട് റോഡിൽ നെല്ലിമരം, ഇങ്ങനെയൊക്കെ കുറേ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്, രസമുള്ള ഈ തണൽ വൃക്ഷങ്ങൾ പോലെ. എങ്കിലും കായൽ കാണുമ്പോൾ ഈ ഭാഗത്തെല്ലാം ഭയങ്കര സങ്കടം തോന്നും. കാര്യം കായൽ മുഴുവൻ കുളവാഴയും ഇങ്ങനെ ഈ വേസ്റ്റ് പുല്ല് ചെടികളൊക്കെ ആയിട്ട് അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ നടക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ വല വീശി മീൻ പിടിക്കാനായിട്ട് ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ് കേട്ടോ ആൾക്കാർ. ഈ ബണ്ട് റോഡിൻ്റെ താഴെ കൂടി ഇങ്ങനെ വെള്ളം ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് പോകാനായിട്ട് കുഴലൊക്കെ ഇട്ടിട്ടുണ്ട്. അതുവഴി അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ സൈഡിലും കുറച്ച് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നു കേട്ടോ, നല്ല രസമുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് പമ്പ് ഹൗസ്. തിരുവനന്തപുരം സിറ്റിയുടെ പല പ്രദേശങ്ങളിലേക്കും ശുദ്ധജലം ഇവിടെ നിന്നാണ് കൊണ്ടുപോയിട്ടാണ് പിന്നെ അത് പ്യൂരിഫിക്കേഷൻ ബാക്കിയെല്ലാം ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസ്. ഇത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ചെറിയ ചെറിയ കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കുഞ്ഞു കടകൾ. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടല്ലേ. ഇപ്പോൾ കച്ചവടം നടക്കുന്നുണ്ടല്ലേ, കാര്യങ്ങളൊക്കെ. മഴ ആയതുകൊണ്ട് കുറച്ച് കുറവ്, അല്ലെങ്കിൽ കൂടുതലാണല്ലേ. ഇപ്പോൾ കപ്പലണ്ടി മുട്ടായി തരൂ, ഒരു 4 എണ്ണം എടുക്കട്ടെ. കപ്പലണ്ടി മുട്ടായി, പിന്നെന്തോ വേണം. ഇവിടെ ഇതൊക്കെയാണ് കൊടുക്കുന്നത് അല്ലേ, ചെറിയ കട്ടനും ലൈം ജ്യൂസുകൾ പലതരം ഫ്ലേവേർഡ് അല്ലേ, ഗോളി സോഡ, ലേസ്, അങ്ങനത്തെ ചെറിയ ചെറിയ കപ്പലണ്ടി മുട്ടായി. ഓ ശരി, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓ ഡെഫിനറ്റ്ലി. ആണോ? അത് ശരി. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും എല്ലാ സാധനവും ഉണ്ടാക്കി നോക്കും അല്ലേ. എവിടെ താമസമൊക്കെ? തേക്കുമൂട്. ഇവിടെ വന്നതാണോ വെള്ളായണി കാണാൻ, അതോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഓ കണ്ടിരുന്നോ? ഓക്കെ ഓക്കെ. ഇത് ഇവിടുത്തെ സ്ഥലവാസിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വെണ്ണിയൂർ സുദർശനൻ. അദ്ദേഹം ഒരു സഹാവാണ്. അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യണു. പക്ഷേ വള്ളമുണ്ട്. ഇവിടെ ഉള്ള മിക്കവാറും ആൾക്കാർക്കും വള്ളവും പിന്നെ വല, മീൻപിടുത്തം അല്ലേ, ഒരു സൈഡായിട്ട് തൊഴിൽ. അതായത് മെയിനായിട്ട് മീൻപിടുത്തമുള്ള ആൾക്കാരും ഉണ്ട്, അതുകൊണ്ട് മാത്രം ജീവിക്കുന്നു. പക്ഷേ ഇവിടെ കാണുമ്പോൾ ഭയങ്കര സങ്കടം. ഈ കുളവാഴ പൂത്ത് നിൽക്കുമ്പോൾ ഭംഗിയുണ്ടെങ്കിലും പക്ഷേ അത് വളരെ ദോഷം ചെയ്യുന്നുണ്ട് ഈ കായലിനെയും മത്സ്യത്തൊഴിലാളികളെ എല്ലാവരും ഭീകരമായിട്ട്. ഭയങ്കര ഈ മറ്റേ പുല്ലുപോലെ വളരുന്ന എന്തുവാണ് അത് പാഴായി പോകണ്ട. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിയറൻസ് ഒക്കെ ചെയ്യും. പക്ഷെ വീണ്ടും ഇതേ അവസ്ഥയിൽ പോവാണ്. അപ്പോൾ അദാനിയുടെ അവിടെ നിന്ന് ഒരു എന്താണ് ക്ലീൻ ശുദ്ധജല തടാകമാണ്, അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ. ഇവിടെ താമര വിരിയുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെയുള്ള എല്ലാവരുടെയും പ്രശ്നമാണ്. പക്ഷേ ഈ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ഇപ്പോഴ് ഈ കുടിവെള്ളം തന്നെയാണ്. ഇവിടെ നിന്നാണ് കുടിവെള്ളം കൊണ്ടുപോകുന്നത്. അതെ, സത്യം പറഞ്ഞാൽ ഇപ്പോഴ് എൻ്റെ അഭിപ്രായത്തിൽ അശുദ്ധ ജലം എന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ കൊണ്ടുപോകുന്നത് അല്ലേ. അതെ, ഈ കപ്പലണ്ടി മിഠായിയും കഴിച്ചു ഇങ്ങനെ കായൽ പരിസരത്തൂടെ നടക്കുന്നത് നോക്കി കുറേ പേര് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നു. അത് വെളിയിൽ നിന്ന് വന്ന ആൾക്കാരാട്ടോ, ഇവിടുത്തുകാരല്ല. ചൂണ്ടയെ കൊണ്ടുവന്നിട്ട് മീൻ പിടിക്കാൻ നോക്കുന്നു. നോക്ക്, എല്ലാവരും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പിടിച്ചേട്ടോ, അതേ ഇദ്ദേഹം ചൂണ്ടയിട്ട് പിടിച്ച മീനായത് വലക്കകത്താക്കി വെച്ചിരിക്കുക. വീണ്ടും ചൂണ്ടയിട്ട് എന്താ ഇട്ട് കൊടുക്കുന്നത്? കങ്കൂസിൽ മണ്ണര. പക്ഷേ ഇവൻ വലുതല്ല കേട്ടോ, ചെറുതാ. കരിമീനാണ്, കരിമീൻ. ചെറുതായിപ്പോയി, വലുത് വന്ന് കൊത്തട്ടെ. ഇതിവിടെ ചുറ്റും വരാറുണ്ടോ? ഈ പരിസരത്തുള്ള ആളാണോ? തൊട്ടടുത്താണ്. ഓക്കെ.
അദ്ദേഹം സ്ഥിരം വന്ന് മീൻ പിടിക്കുന്ന ആളാണ്. വലിയ മീൻ കിട്ടാനായിട്ട് വലിയ ചൂണ്ട ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് അപ്പുറത്തോളം നോക്കി എല്ലാവരും ഇത് തന്നെ പരിപാടി. ഒരു ഭയങ്കര രസമല്ലേ വെറുതെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ കായൽ പരിസരത്ത് നിന്ന് ചൂണ്ടയിടുക. ചൂണ്ടയിടുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കണം. എൻ്റെ ബാക്കിൽ കായൽ, ഫ്രണ്ടിൽ കായൽ, അടുക്ക് റോഡ്. കപ്പലൻ്റെ മുട്ടായും കഴിച്ചു. ഇവിടെ ഐസ്ക്രീമൊക്കെ കിട്ടും കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഐസ്ക്രീമിൻ്റെ പെട്ടി ഓട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ. നോക്കൂ, നല്ല രസമല്ലേ. ബെഞ്ചസൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ കാറ്റ് ഇങ്ങനെ നേച്ചറുമായിട്ട് ചേർന്നിരിക്കാൻ പറ്റിയ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും അധികം ദൂരം അല്ലാത്തൊരു സ്ഥലം അധികമില്ല. ഒന്നിതാണ്, ഇത് വവ്വാമൂല, വെങ്ങാനൂർ പഞ്ചായത്ത്, വെള്ളായണി കായൽ. അത് തന്നെയാണ്. ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എത്തും. ഇവിടെ ആൾക്കാരെല്ലാം വന്നിരിക്കുന്നുണ്ട് കേട്ടോ, സിറ്റിയിൽ നിന്നെല്ലാം, പല സ്ഥലത്തു നിന്നായിട്ട്. ഫാമിലിയായിട്ട് വരുന്നവരും ഉണ്ടെങ്കിലും കൂടുതലും ലവേഴ്സാണ്. എന്നിട്ട് അവർക്ക് ഭയങ്കര ടെൻഷനാണ് നമ്മൾ ക്യാമറ ആയിട്ട് വരുമ്പോൾ അവരെ കാണിക്കുമോ അറിയാണ്ട് അവരിതിൽ വരുമോ എന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ ക്യാമറ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത്. ഷോ, എന്തൊരു കാറ്റായത്. നല്ല ഇങ്ങനെ പറന്ന് നടക്കുന്ന പോലെ ഒരു ഫീൽ. വൈകുന്നേരങ്ങളിൽ സാധാരണ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് വരികയാണെങ്കിൽ എല്ലാ ബെഞ്ചിലും നിറച്ച ആൾക്കാരാണ്. ഇവിടെ ഒരു ബെഞ്ച്, അവിടെ ഒരു ബെഞ്ച്, ഇങ്ങനെ അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ. നൈസ്, സോ നൈസ്. അയ്യോ, എന്നെ പുറത്ത് കൊണ്ടുപോകും കാറ്റത്. അയ്യോ, എന്ത് ഭംഗിയല്ലേ. ഇതെല്ലാം ബെഞ്ചസ്, അവിടെ വരെ മരം, തണൽ വൃക്ഷങ്ങൾ. ഇനി പതുക്കെ കയറിയിട്ട് നമ്മുടെ ആ റോഡിലേക്ക് കയറാം, നമ്മുടെ വസ്തു കിടക്കുന്ന ഭാഗത്തേക്ക്. അങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നു. ഇത് ഇടവഴി റോഡ്, മെയിൻ ബൺ റോഡിൽ നിന്നും സൈഡ് കയറി പോകുന്ന വഴിയാണ്. ഓക്കെ, നമ്മുടെ സ്ഥലം എത്താറായി. ആ വീടിനോട് ചേർന്നിരിക്കുന്ന ആ പ്രോപ്പർട്ടിയാണ് നമ്മുടെ സ്ഥലം. അങ്ങനെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്ലോട്ട്. ഓക്കെ, എപ്പോഴും വന്ന് പ്ലോട്ട് കണ്ടിട്ട് പോകും. നമ്മളൊരു വീട് വയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടത്തില്ല. ചുമ്മാ വന്ന് കാണുക, ഒരു സന്തോഷം. എന്നിട്ട് ഓപ്പോസിറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ കായൽ കാണുന്നു, അത് മറ്റൊരു സന്തോഷം. ഇവിടെയൊക്കെ നിറച്ച് പ്ലാവിൽ കായ്ച്ച് കിടക്കുന്ന ചക്ക എല്ലാം ഉണ്ട് നമ്മുടെ സ്ഥലത്തല്ല. ഇത് നോക്കി, ഈ ഭാഗത്തെല്ലാം ചീര, കുറച്ച് വലിയ ചീരയാണ്. ഇപ്പോഴത്തെ വെയിൽ വന്നു വീണ്ടും. അപ്പോൾ മഴയും വെയിലും മാറി മാറി വരുന്നു. ഇത് നോക്കി, ഇവിടെ മുഴുവൻ ഏത്തവാഴയുടെ കൃഷി. ഇതെല്ലാം കണ്ടാൽ എങ്ങനെ ഇറങ്ങി നോക്കാതിരിക്കുന്നത്. നോക്കി എന്ത് ഭംഗിയിരിക്കുന്നു കേട്ടത്തില്ല. പക്ഷേ വിളവെടുക്കാൻ സമയമായിട്ടില്ല. കണ്ടോളൂ, ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ആരുടെയോ ഏതോ ഒരു കർഷകൻ്റെ കൃഷി സ്ഥലമാണ്. ഞാനിങ്ങനെ വന്ന് കണ്ടിട്ട് പോകുന്നു. ഇവിടെ എല്ലാം ചീര കേട്ടോ, ഈ ഭാഗത്തെല്ലാം ചീര. ഏത്തക്കയുണ്ട്, ചെറിയ നമ്മുടെ രസകദളി, പിന്നെ പാളയംകോട്, അങ്ങനത്തെ ചെറുപഴങ്ങളും ഉണ്ട്. ഇവിടുത്തെ ഒരു തോടാണ് കേട്ടോ. ഈ തോടെന്ന് പറഞ്ഞാൽ രാവിലെ വന്നാലാണത് കാണാൻ പറ്റുന്നത്. ഈ ചീരയൊക്കെ പറിച്ചിട്ട് ഇവിടെയാണ് കംപ്ലീറ്റ് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്ന സ്ഥലം. നല്ല ഒഴുക്ക് വെള്ളമാണ് ഇത്. അതിന് തന്നെ ഒരു കൈത്തോട്. നമുക്ക് നോക്കിയേ, ചീരയുടെ വേറൊരു പാടശേഖരം. ഇവിടെ ഗ്രീൻ കളറിലെ പച്ച ചീരയും ധാരാളം ഉണ്ട്. മിക്സ് ചെയ്താൽ നട്ടിരിക്കുന്നത്. ഒരു ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ്. മഴ വരും, മഴ പോവും, വെയിൽ വരും, ഇങ്ങനെ ചേഞ്ച് ക്ലൈമറ്റ്. നല്ല കാറ്റ്. എല്ലാം പച്ചച്ചീര ബെഡാണ്, ഇങ്ങനെ ബെഡ് പോലെയാണ് കേട്ടോ. കംപ്ലീറ്റ് ചീര ബെഡ്സ് ഇങ്ങനെ കടമെടുത്ത് ഭംഗിയായിട്ട്. ഇത് കുഞ്ഞത് നട്ടതുണ്ട്, ഇവിടെ കുറച്ച് വലുതായതുകൊണ്ട് അതിൻ്റെ അടുത്ത സ്റ്റേജുണ്ട്. പല പല സ്റ്റേജസിൽ കാണാം. ഇടയ്ക്ക് ഇങ്ങനെ ചാല് വെള്ളം ഒഴുകും. റോബസ്റ്റ പഴം. ഇനി വരമ്പത്ത് കൂടി നടക്കാം. അതേപോലെ വരുന്ന വഴിയാണോ കംപ്ലീറ്റ് ചീര കൃഷി.
തെന്നിയൊക്കെ കിടക്കുമായിരിക്കും, സൂക്ഷിച്ച് നടക്കാം. ഇവിടെ ഇപ്പോൾ ദേശാടന പക്ഷികളൊക്കെ ഇറങ്ങുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അത് റെയറായിട്ടുള്ള സൈറ്റിങ് നമുക്ക് കാണാൻ പറ്റും. ഇത് സാധാരണ കൊക്കാണ്, പക്ഷേ ഈ സൈഡിലൊരു കൊക്കുണ്ട്, ഭയങ്കര ഡിഫറെൻറ്റ് കളറിൽ, ഒരു ഗ്രേ ആഷ് ഗ്രേ കളറിൽ, ബ്ലാക്ക് ആൻഡ് ആഷ്, നല്ല ബ്യൂട്ടി ആയിട്ടിരിക്കണം. അവിടെ ചെരുപ്പൊന്ന് ഊരിയിട്ട് നടക്കാൻ പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കാലൊക്കെ ഒന്ന് ശരിയായതല്ലേ ഉള്ളൂ. നമ്മൾ എൻ്റെ അമ്മേ, അയ്യോ, ബാലൻസൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. മിക്കവാറും പാട വരുമ്പത്തെ തോട്ടിൽ വീഴുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വരും. ഈശ്വരാ, ഇതാണ് ഇവിടുത്തെ ചീരകൃഷിയുള്ള ഒരു ഭാഗം. ഇതെല്ലാം ചെറുതാട്ടോ, കുഞ്ഞ് ബഡ്സാണ്. ഇനി ഇതൊരു 1-2 ആഴ്ച കഴിയുമ്പോൾ ഇത് പറിക്കാറാകും. ഇത് കാണാൻ തന്നെ എന്ത് രസമല്ലേ. ഇങ്ങനെ ചാല് വെട്ടി വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ മഴയും കൂടി ഉള്ളതുകൊണ്ട് എല്ലാം ഓക്കെയാണ്. ബാലൻസ് ചെയ്ത് നടക്കണം. വീഴുമെന്ന് എനിക്ക് വീഴാതിരിക്കാൻ വീഴാം, എന്ത് സംഭവിക്കും. കൂടുതൽ നേരം വരമ്പത്ത് കളിച്ചാലേ ചിലപ്പം തെന്നിപ്പോകും, സാധ്യതകളുണ്ട്. ബാലൻസിങ് എൻ്റെ പ്രശ്നമൊക്കെ തീർന്നെങ്കിലും റൈറ്റ് ലെഗിന് ചെറിയൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ട് കേട്ടോ, ബാലൻസ്. സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഇത് നോക്കിയേ, ചെറിയ ചാല്, ചെറിയ തോട്. മാനത്ത് കണ്ണി ഒരു മീനിനെ ഞാൻ കണ്ടു, ഇവിടെ കണ്ടു. നമ്മുടെ കോലിയക്കോട്ടുള്ള മീനാണ് മാനത്ത് കണ്ണി. ഈ ഭാഗത്ത് ഉറവ പറ്റാത്തൊരു കുളമുണ്ട്. അപ്പോൾ എപ്പോഴും 365 ദിവസവും വെള്ളമുള്ള സ്ഥലം. കുമിളി എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ. അതായത് വൈകുന്നേരം 2 മണി തൊട്ട് 4 മണി വരെ സ്ത്രീകൾക്ക് മാത്രം റിസർവ്ഡാണ്. 4 മണി കഴിഞ്ഞാൽ പുരുഷന്മാർ. ഇപ്പോൾ പുരുഷന്മാരുടെ സമയമാണ്. ഞാൻ അവരെ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ കുളത്തിൻ്റെ സീൻ മാത്രം കാണിച്ചു തരാം. ഓക്കെ, പറഞ്ഞു തരുന്നതിന് മുമ്പ് മഴ ചാറി തുടങ്ങി. ഇതാണ് കുളത്തിൻ്റെ വഴി, അങ്ങോട്ടേക്ക് പോകാം. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് പുരുഷന്മാരുടെ സമയമാണ്. അപ്പോൾ തൽക്കാലം ആ പുരുഷന്മാരൊന്ന് മാറി തന്നു ഇത് എടുക്കാനായിട്ട്. ഇതങ്ങനെ ഡീപ്പായിട്ടുള്ള കുളമല്ല, കണ്ടാലറിയാം. ഈ ആറ്റുമണൽ പോലെ നമുക്ക് കാണാം, അതിൻ്റെ ഫ്ലോറ് കാണാം. നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു. പിന്നെ അതിങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ചാല് പോലെ. ഇവിടെ നിന്നുള്ള വേസ്റ്റ് വാട്ടറെല്ലാം അങ്ങോട്ട് പോകും. ഇത് ഒഴുക്ക് വെള്ളം തന്നെയാണ്. ഇതിങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കെട്ടിക്കിടക്കുന്ന കുളമല്ല. കണ്ടു നോക്കിക്കോളൂ, എന്ത് ഭംഗിയായിരിക്കുന്നു, ക്ലിയർ വാട്ടർ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഊറ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് കുടിവെള്ളം വരെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അത്രയ്ക്ക് പ്യുവർ വാട്ടർ, കാണുമ്പോൾ അറിയാലോ. ഫ്ലോറൊക്കെ എന്ത് ക്ലിയറാണ്, മണലാണ്, ഇതിൽ ചെളിയൊന്നുമില്ല. ഇടയ്ക്ക് വന്നിട്ട് കുളിക്കുന്നവർ തന്നെ ഈ പായൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വിടും. ഇത് 365 ഡേയ്സും ഇതേ അളവിൽ തന്നെയാണ്. മഴയാണെങ്കിലും വേനലാണെങ്കിലും എപ്പോഴാണെങ്കിലും വെള്ളം കൂടുന്നുമില്ല കുറയുന്നുമില്ല. അത് അങ്ങനത്തെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കുമിളി എന്നാണ് പറയുന്നത്, കുമിളി. അത് തന്നെ, ഇത് ഊറ്റിൻ്റെ ഒരു സ്രോതസ്സാണ്. അതിങ്ങനെ ഒരു പരന്ന് കിടക്കുന്നു. ഇത് ഇത്രയും ഡെപ്ത്, ഇത്രയേ ഉള്ളൂ. നമുക്ക് കുളിക്കാം. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇറങ്ങാൻ തോന്നുന്നു. പക്ഷേ ഇതൊന്നും എൻ്റെ സമയമല്ല കേട്ടോ, ഇത് ആണുങ്ങളുടെ സമയമാണ്. അപ്പോൾ ഇവിടുന്ന് സ്ഥലപ്പെടാം. അപ്പോൾ 2 to 4 എന്നുള്ളൊരു സമയത്ത് സ്ത്രീകൾ മാത്രമുള്ള സമയമാണ് അവിടെ. ആ സമയത്ത് വന്നാൽ എനിക്കും ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാം. പക്ഷേ ഇങ്ങനെ നടന്നതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇടയ്ക്ക് മഴ പോയി വീണ്ടും ചാറിയിട്ടങ്ങോട്ട് പോയി. അങ്ങനെ വവ്വാമൂല പരിസരത്ത് നിന്ന് പോകുന്നു. അടുത്ത ഇങ്ങനെ എന്തായാലും റാൻഡമാണ് ഇന്നത്തെ കറക്കം. ഇപ്പോൾ അടുത്ത സ്ഥലത്തെത്തി, അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അടുത്തടുത്താണ്. നേരത്തെ നിന്ന സ്ഥലം ഞാൻ വവ്വാമൂലയാണ്, നമ്മുടെ ആ പ്രോപ്പർട്ടിയൊക്കെ ഉള്ള സ്ഥലം. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു അഗ്രികൾച്ചർ കോളേജിൻ്റെ അടുത്താണ്. ഇത് കാക്കാമൂല, സെക്കൻഡ് ബണ്ട് റോഡാണ്, കായലിൻ്റെ നടുക്കുള്ള റോഡ്. ഇവിടെ കുറച്ചുകൂടി വീതിയുണ്ട്. പക്ഷേ ഇവിടെയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ തിരക്ക്. ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു കടകൾ, പായസക്കട, സ്നാക്സ് കട, അങ്ങനത്തെ കുറേ ഷോപ്സ് ഉണ്ട്. ഇവിടെയാണ് താമര കൃഷി കൂടുതൽ നടക്കുന്നത്. മീൻപിടുത്തത്തിൻ്റെ അപ്പുറത്തേക്ക് താമരയുടെ ഇത് നോക്കാം അല്ലേ, നല്ല രസമുണ്ട്. പക്ഷെ ക്രൗഡ് കൂടുതലാണ് ഇവിടെ. ഇതാണ് കാക്കാമൂല ബണ്ട് റോഡ്. ഇവിടെയും ഉണ്ട് ഒരു പമ്പ് ഹൗസ്, അത് വാട്ടർ അതോറിറ്റിയുടെ. ശുദ്ധജല തടാകമാണ്, ഇവിടെ നിന്നാണ് ശുദ്ധജലം കൊണ്ടുപോകുന്നത്. ഇത് താമരപ്പൊയ്ക എന്ന് പറഞ്ഞാൽ ഇത് നോക്കിയേ, കംപ്ലീറ്റ് താമരയുടെ ഇല കാണാം. രാവിലെ വന്നു കഴിഞ്ഞാൽ താമരപ്പൂവെല്ലാം ഇങ്ങനെ വിളവെടുക്കുന്നത്, മുറിക്കുന്നത് എല്ലാം കാണാൻ പറ്റും. ഭയങ്കര ഭംഗി കേട്ടോ ഈ പരിസരമൊക്കെ, ബ്യൂട്ടിഫുള്ളാണ്. ഞാനും ചെറിയ ചെറിയ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് എനിക്കൊരു സന്തോഷം. നമുക്ക് സ്റ്റോറി ഇടാം, എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ, പ്ലസ് ബ്രോഡ്കാസ്റ്റ് ചാനലിലൊക്കെ ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട്. അതൊരു സുഖം, സന്തോഷം, മനസ്സിലൊരു വലിയ സന്തോഷമായിട്ട് ഇതൊക്കെയല്ലേ എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ.
അങ്ങനെ നമ്മൾ അടുത്ത ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലെത്തി. ഇത് പുഞ്ചക്കരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. അതായത് പാടശേഖരങ്ങൾ കാണാം, പിന്നെ ഒരു കനാൽ ഒഴുകുന്നുണ്ട്. ഭയങ്കര കുറച്ച് കൂടുതൽ വീതിയിൽ കിടക്കുന്ന സ്ഥലം കേട്ടോ, നല്ല ഒരു ലെവലിലാണ് കിടക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ഒരു മലയാണ് മുക്കുന്നിമല. മുക്കുന്നിമല. ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് റീൽസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സിറ്റിയിൽ നിന്നെല്ലാം. ഇത് ഭംഗിയാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം എന്താ പറയുക, ഇതുവഴിയാണ് നമ്മൾ കിരീടം പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നത്. നമ്മൾ പണ്ട് പുഞ്ചക്കരി ഷാപ്പിലൊക്കെ വന്നത് ഇവിടെയാണ് ഭക്ഷണം കഴിക്കാൻ. ഓക്കെ, താറാവുകളെ ധാരാളമായിട്ട് കാണാം. ഇതൊരു പ്രത്യേക സന്തോഷമാണ് താറാവിനെ കാണുന്നത്. ഹായ്, അയ്യോ, കുറേ പേര് വെള്ളത്തിൻ്റെ അവിടെ നിന്ന് കരയിൽ കയറി നിൽക്കുന്നു. നല്ല രസമുണ്ട്. താറാവ് പോകുന്നു നോക്കിയാൽ ലൈനായിട്ട് 1 by 1 പിറകെ പോകുന്നു. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ അത് തിരിച്ചു കയറും. ആ സൈഡിൽ പോത്തൊക്കെ നിൽക്കുന്നുണ്ട്. എരുമ എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്ന സ്ഥലമാണല്ലേ ഇത്. അടിപൊളി. അത് കൊള്ളാം, നൈസ്. സമയമാകുമ്പോൾ സ്വന്തമായിട്ട് കയറിക്കോളൂ. കണ്ടോ എന്തൊരു ബുദ്ധിയുള്ള ബേർഡ് ഇത്. ഹലോ, ആശാമാരെല്ലാം സമയമായപ്പോൾ തിരിച്ച് കയറാൻ സമയമാകുന്നു. ഇവിടെ വന്ന് കുറച്ച് ഭക്ഷണമുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് കയറി പോകാൻ പോവാണ്. ഇവരുടെ വീട് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ്. അവരെ കയറ്റാൻ പോവാണ്. എത്തുന്ന സ്ഥലം ഈ ചേട്ടനാണ് വളർത്തുന്നത് കേട്ടോ ഈ താറാവിനെല്ലാം. അതിനുള്ള ഭക്ഷണം കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിളിച്ചിട്ട് പോകും. ഇച്ചിരി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ കിരീടം പാലമായി. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ കിരീടം പാലത്തിൻ്റെ മുകളിലൂടെ ഇതൊക്കെ ഇപ്പോൾ പുതുക്കി കേട്ടോ, നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു. കാര്യം ഇതെല്ലാം ഒരു കുറച്ച് ഡയലാപ്പിലേറ്റഡ് കണ്ടീഷനിലായിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം വരുമ്പോൾ. ഇതിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ ഇതൊരു ഹോട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ലൊക്കേഷനുമാണ് ഒരുപാട് സിനിമകളുടെ. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ നടക്കുന്നുണ്ട്. ഒരു സം മൂവീസിൻ്റെ ഒരു ബസ്സൊക്കെ അവിടെ കിടക്കുന്നു. പിന്നെ ഇവിടെ കംപ്ലീറ്റ് കുഞ്ഞു പെട്ടിക്കടകൾ, സ്നാക്സൊക്കെ ഉള്ള കടകളെല്ലാം ഈ സ്ഥലത്ത്, ചായ, വട, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ, റീൽസ് എടുക്കാൻ, പിന്നെ വൈകുന്നേരങ്ങളിൽ ഇരിക്കാനായിട്ട് ഇപ്പോൾ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് ആൾക്കാരിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായി മാറിക്കഴിഞ്ഞു. പട്ടികളുടെ അതിപ്രസരവുമുണ്ട്, ധാരാളം സ്ട്രേ ഡോഗ്സ്. ഇത് പഴയ റോഡാണ്. ഇതുവഴി ഇങ്ങനെ നടന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെള്ളായണിക്കായലിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണെന്നാണ് പറയുന്നത് ഈ പ്രദേശം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് വെള്ളായണിക്കായൽ. പഴയ കാലത്തെ ഇവിടുത്തെ പഴയ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ വെള്ളായണി ക്ഷേത്രം ഇതിൻ്റെ വളരെ അടുത്താണ്. അവിടുത്തെ ഒരു ആറാട്ട് കടവുണ്ട്, അവിടെ ദേവി കുളിക്കാൻ വരുന്ന സ്ഥലം. അപ്പോൾ ഈ കായൽ ആ ഒരു പരിസരം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന ഒരു ഏരിയ, അതായത് ആ കാർഷിക കോളേജിൻ്റെ ആ ഒരു പരിസരം വരെ. പക്ഷേ ആ ഒരു ഫസ്റ്റ് ബണ്ട് വരെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ബണ്ടുണ്ട്, കാക്കാമൂല, വവ്വാമൂല. ഈ സ്ഥലങ്ങളെല്ലാം പാടശേഖരങ്ങളായിരുന്നു. പിന്നീട് അതായത് കുടിവെള്ള പദ്ധതി വന്നപ്പോൾ ശുദ്ധജല തടാകമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ കൃഷി സ്ഥലങ്ങളെല്ലാം മാറിയിട്ട് കായലിൻ്റെ എക്സ്റ്റൻഷനായി മാറിയത്. അതുകൊണ്ടാണ് ഈ വെള്ളായണി കായൽ, കാക്കാമൂല, വവ്വാമൂലയൊക്കെ പമ്പിങ് സ്റ്റേഷനും അവിടെ നിന്ന് പ്യുവറായിട്ടുള്ള ശുദ്ധജലം ഇവിടെ നിന്ന് വാട്ടർ അതോറിറ്റി കൊണ്ടുപോകുന്നത് പമ്പ് ചെയ്ത്. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഇപ്പോഴും കൃഷി സ്ഥലങ്ങളാണ്. ഇപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ്. കായൽ ഇടത് സൈഡിൽ തുടങ്ങുന്നു. ഇതിപ്പോൾ വളരെ വളരെ വിസ്തൃതിയിലായി മാറിക്കഴിഞ്ഞു. ആ പഴയ കൃഷി സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ള ശുദ്ധജല തടാകത്തിൻ്റെ ഭാഗമായി. പക്ഷേ അതൊന്നും നന്നായിട്ട് പ്രിസർവ് ചെയ്യുന്നില്ല. കുളവാഴയും മറ്റു കാര്യങ്ങളുമൊക്കെ വന്നിട്ട് നാശമായിക്കൊണ്ടിരിക്കുന്നു. അത് ഒരുപാടൊരു പരാതി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടണം എന്നാണ് എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ്. ഈ വെള്ളായണി പരിസരം, പിന്നെ കാക്കാമൂല, വവ്വാമൂല, പിന്നെ ഈ ഒരു പുഞ്ചക്കരി ഭാഗം, ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളീയുടെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഞാൻ ഇയേഴ്സ് ബാക്ക് ഇവിടെ വന്ന് കവർ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യനില്ലായിരുന്നു. ഞാൻ മാത്രം ഇങ്ങനെ തപ്പിപ്പിടിച്ച് നടക്കുന്നൊരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം കഴിഞ്ഞു, കുറേ വർഷങ്ങളായപ്പോൾ ഞാനിപ്പോഴും കറങ്ങി നടക്കുന്നു. ഈ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വരുന്നത് എനിക്ക് ഭയങ്കര അട്രാക്ഷനുള്ളൊരു സ്ഥലമാണിത്. ഇപ്പോൾ കാലം മാറിയതിനനുസരിച്ചിട്ട് ആളുകളുടെ എണ്ണം കൂടി, ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അറിയാമല്ലോ, ന്യൂ ജെൻ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരുന്നു, റീൽസ്, അങ്ങനെ കുറേ പേര് ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടിട്ട് അത് വളരെ പോപ്പുലറായി
ഒരുപാട് പേർക്ക് നല്ല ഫോട്ടോസും റീൽസും എടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞു. കൃഷി സ്ഥലങ്ങളും ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി, ഫിഷിംഗ് എല്ലാത്തിനും കൂടെ ചേർന്നൊരു സ്ഥലം. കാര്യം സിറ്റിയിൽ നിന്ന് വളരെ അടുത്തല്ലേ കിടക്കുന്നത്. ഇത്രയും നല്ല ഗ്രാമീണമായൊരു അന്തരീക്ഷം വേറെ കിട്ടാനില്ല. അങ്ങോട്ട് നോക്കിയാലോ അറിയാം. ഈ ഒരു പഴയ റോഡ് പോലും തിരക്ക് പിടിച്ചു കഴിഞ്ഞു. ഇവിടെ എല്ലാം മീൻ പിടിക്കാൻ റോഡും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ വരുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് ഫ്രം ദ സിറ്റി, അതാണ് ഏറ്റവും തമാശ. മറ്റത് ആരുമില്ല, ഇവിടുത്തെ ഗ്രാമവാസികൾ മാത്രമേ ഉള്ളൂ. ഒരു സന്തോഷകരമായ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്ത ഒരു ഭയങ്കര ഹാപ്പിനെസ്. ഇതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. കാര്യം കുറച്ച് ദിവസമായി മഴ കാര്യങ്ങൾ അകത്തിരുന്ന് ആസ്വദിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്തിറങ്ങുമ്പോഴും കുറച്ച് മഴ ആസ്വദിക്കാം. ഇനി മഴ ഇല്ലെങ്കിൽ പോലും മഴ കഴിഞ്ഞിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അതിങ്ങനെ കണ്ട് രസിച്ച് നടക്കാം. അതെനിക്ക് കിട്ടിയത് നന്നായിട്ട്. ഇപ്പോൾ സൺസെറ്റിന് സമയമാകുന്നു. ഇനി പതുക്കെ കറങ്ങി നടന്നിട്ട് വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മിനാർ വ്ളോഗ്സ്. ലവ് യു all.